നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ ട്രംപ് മുട്ടുമടക്കുന്നു. ഇത്തരത്തിലൊന്ന് ട്രംപ് പ്രതീക്ഷിച്ചില്ല. നരേന്ദ്രമോദി പിടിച്ചു നിൽക്കാൻ കഴിയാതെ തിരിച്ചുവരും എന്ന് കരുതിയ ട്രംപിന് തെറ്റുപറ്റി. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയും പഴയ ബന്ധങ്ങൾ മിനുക്കിയും നരേന്ദ്രമോദി കൂടുതൽ കരുത്തനാവുകയാണ്. ഇന്ത്യയും യുഎസും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ട് എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. നരേന്ദ്രമോദിയുമായി ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും. അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മഹാനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. ചില സമയത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, ട്രംപ് പറയുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും ഇത്രയധികം എണ്ണ വാങ്ങുന്നത് വളരെ നിരാശാജനകമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യ റഷ്യയിൽ നിന്നും ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് വളരെ നിരാശയുണ്ട്. ഞാൻ അത് അവരെ അറിയിച്ചു. ഞങ്ങൾ ഇന്ത്യക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തി, 50% തീരുവ. എനിക്ക് മോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം വളരെ മികച്ച നേതാവാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയും റഷ്യയും യുഎസിന് നഷ്ടമായി എന്ന പോസ്റ്റിനുള്ള പ്രതികരണവുമായി ട്രംപ് പറഞ്ഞു. ഇന്ത്യയും റഷ്യയും നമുക്ക് നഷ്ടമായി എന്നാണ് തോന്നുന്നത്. അതും ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയോട് എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ കുറിച്ചത്. ഇങ്ങനെയാണ്: അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന പോസ്റ്റിൽ പരിഹാസരൂപേണ കുറിക്കുകയും ചെയ്തു ട്രംപ്. മോദിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും വ്ളാഡിമിർ പുടിന്റെയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു പോസ്റ്റ്. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദിയും ഷിയും പുടിനും ഒരുമിച്ചെത്തിയത് ആഗോള ശ്രദ്ധ ആകർഷിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ്. അതേസമയം ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറിയും ഇപ്പോൾ കാത്തിരിപ്പിലാണ്. 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതായി യുഎസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്. വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും ലുട്നിക് പറഞ്ഞു. 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്ക് എത്തും എന്ന് ഞാൻ കരുതുന്നു. അവർ ക്ഷമ ചോദിക്കും. ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മോദിയുമായി എങ്ങനെ ഇടപഴകണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിന്റേതായിരിക്കും. ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റായത്, ലുട്നിക് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ലുട്നിക് ഇന്ത്യയെ വിമർശിക്കുകയും ചെയ്തു. റഷ്യൻ സംഘർഷത്തിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് തങ്ങളുടെ എണ്ണയുടെ 2% താഴെ മാത്രമാണ് വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ എണ്ണയുടെ 40% റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നതെന്നും ലുട്നിക് കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും എല്ലാവരും ഉപഭോക്താവിലേക്ക് തിരികെ വരേണ്ടി വരുമെന്നും ലുട്നിക് പറഞ്ഞു. അതേസമയം US ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങാനും ഇന്ത്യയോട് ലുട്നിക് ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.